നമസ്കാരം, ഞാൻ ഡോക്ടർ സതീഷാണ്. തിരുവനന്തപുരത്ത് വർക്ക് ചെയ്യുന്ന കൺസൾട്ടൻറ്റ് നെഫ്രോളജിസ്റ്റാണ്. ഇന്ന് ഞാൻ രണ്ട് വാക്ക് പറയാൻ പോകുന്നത് അവയവദാനം, അത് എത്ര മഹത്തരമായ ഒന്നാണ് എന്ന് ഉള്ള എൻ്റെ ഒരു വീക്ഷണം നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ടാണ്. നമുക്കറിയാം, ആയിരക്കണക്കിന് ചെറുപ്പക്കാർ നമ്മുടെ നാട്ടിൽ വൃക്കരോഗം കൊണ്ട് കഷ്ടപ്പെടുന്നവരുണ്ട്, ഡയാലിസിസ് ചെയ്യുന്നവരുണ്ട്. ഇനി അവരൊരു വൃക്ക റിസീവ് ചെയ്യാൻ, അതായത് ട്രാൻസ്പ്ലാന്റ് ആയിട്ട് വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്കായിട്ട് കാത്തു നിൽക്കുന്നവരിന് ആയിരക്കണക്കിന് രോഗികൾ നമ്മുടെ കേരളത്തിൽ തന്നെ ഉണ്ട്. അപ്പോൾ ഇവർക്കൊരു ആശ്വാസം എന്ന് പറയുന്നത് വേറൊരു വൃക്ക കൊടുക്കാൻ പറ്റുക, ആരെങ്കിലും കൊടുക്കുക എന്നുള്ളതാണ്. എങ്കിൽ മാത്രമേ നമുക്ക് ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. നമുക്ക് അറിയാം, ഏതാണ്ടൊരു വെയിറ്റിംഗ് ലിസ്റ്റിൽ തന്നെ ഏതാണ്ടൊരു 30,000-ഓളം ആൾക്കാർ ഇന്ത്യയിൽ തന്നെ ഉണ്ട്. ഒരു ചെറിയ ശതമാനം മാത്രമേ നമ്മൾ വൃക്ക അവർക്ക് കിട്ടുന്നുള്ളൂ. അപ്പോൾ ഈ ഗ്യാപ്പ്, അതായത് നമുക്ക് ബന്ധുക്കളോ അല്ലെങ്കിൽ ലിവിങ് ഡോണർ എന്ന് പറയും, വേറൊരു ഡോണറോ ഇല്ലാതെ വരുന്ന ഒരു പരിസ്ഥിതിയിൽ കെഡാവറിക് ഡോണർ, അതായത് എന്ത് കാരണം കൊണ്ടും മസ്തിഷ്ക മരണം സംഭവിക്കുന്ന ഒരു ആക്സിഡൻ്റ് ആകാം, അല്ലെങ്കിൽ ബ്രെയിനിനകത്ത് എന്തെങ്കിലും അസുഖം വന്നാകാം, അങ്ങനെ വരുന്നവർ അവയവം കൊടുക്കുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. കാരണം ആ കുടുംബത്തിന് ഒരു സാറ്റിസ്ഫാക്ഷനാണ്, അവർക്ക് വേറെ നഷ്ടം സംഭവിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ എത്രയോ പേർക്ക് പുതിയ അവയവം കിട്ടുകയും ചെയ്യും. ഇത് നമ്മൾ പ്രൊമോട്ട് ചെയ്യണം, അതായത് നമ്മൾ ഇത് തീർച്ചയായിട്ടും പോപ്പുലർ ആക്കണം. എല്ലാവരും ഇതിനെപ്പറ്റി ചിന്തിക്കുക. പറ്റാവുന്ന എല്ലാവരും അവയവം ദാനം ചെയ്യാൻ സന്നദ്ധനാണ്. അവയവദാനത്തിന് നമ്മളൊരു എന്താ പറയുന്ന ഒരു വോളണ്ടറി ഡോണറായിട്ട് ആഫ്റ്റർ ഡെത്ത് അവയവം ദാനം ചെയ്യാൻ തയ്യാറാണെന്നുള്ള ഒരു എഗ്രിമെൻ്റ് കൊടുക്കുക. അത് കൊടുക്കാൻ സാധിക്കും ഇന്ന്. അങ്ങനെ ചെയ്യുവാണെങ്കിൽ അത് എത്രയോ പേർക്ക് യൂസ്ഫുൾ ആകാം, എത്രയോ പേർക്ക് ഉപയോഗമാകാം. മാത്രമല്ല, നമുക്ക് ലിവിങ് ഡോണർ, അതായത് വേറൊരാളുടെ വൃക്ക എടുക്കുന്നതിന് നല്ലതാണ് നമുക്ക് കെഡാവറിക് ഡൊണേഷൻ. മരിച്ച ഒരാളുടെ വ്യക്തിയുടെ അവയവങ്ങൾ യൂസ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ വിലപ്പെട്ട കാര്യമാണ്. അത് കൊടുക്കാൻ പറ്റുന്നവർ തീർച്ചയായിട്ടും അത് ചെയ്യണം. അല്ലാത്തവർ അത് ആലോചിക്കുക, നിങ്ങളത് പരിഗണിക്കണം. അത് സമൂഹത്തിന് ചെയ്യാവുന്ന, നമ്മുടെ കുടുംബത്തോടും ചെയ്യാവുന്ന ഏറ്റവും നല്ലൊരു കാര്യമായിരിക്കും എന്ന് എനിക്ക് പറയാനുണ്ട്. ഞാനിത് പറയുന്നത്, നമുക്ക് നമ്മുടെ ഇത്തവണത്തെ ഹാപ്പി ട്രിവാൻഡ്രം ഈ വർഷത്തെ തീം അവയവദാനം എത്ര മഹത്തരമായ ഒന്നാണ് എന്നുള്ളതാണ്. ഇതിനായിട്ട് നമുക്കറിയാം, കേസ് ഓട്ടോ എന്ന് പറഞ്ഞ ഒരു സർക്കാരിൻ്റെ കീഴിലുള്ളൊരു സംഘടനയാണ് നമ്മുടെ നാട്ടിൽ അവയവദാനം നിയന്ത്രിക്കുന്നത്. വളരെ സുതാര്യമായിട്ടുള്ള ഒന്നാണ്. നമുക്കെല്ലാവർക്കും അതിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്സ് എല്ലാം അവൈലബിൾ ആണ് വെബ്സൈറ്റിൽ. അപ്പം നമ്മൾ അതുമായിട്ട് സഹകരിക്കാൻ തീർച്ചയായിട്ടും എല്ലാവരും തയ്യാറാവണം. അത് ഗവൺമെൻറ് തന്നെ നടത്തുന്ന ഒരു സേവനമാണ്. നമ്മളത് തീർച്ചയായിട്ടും ഉൾക്കൊണ്ട് അത് നമ്മുടേതായിട്ടുള്ള രീതിയിൽ സഹായിക്കാനും തയ്യാറാകണം. മാനവീയം വീതിയിൽ ഇത്തവണ കളക്ടർ അനുകുമാരി മാഡത്തിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ ഒരു പ്രോഗ്രാം, അതായത് ഹാപ്പി ട്രിവാൻഡ്രം പ്രോഗ്രാമിൻ്റെ തീം അവയവദാനം എത്ര മഹത്തരമായ ഒന്നാണെന്നാണ്. അതിൽ ഞങ്ങളെല്ലാവരെയും അങ്ങോട്ട് ക്ഷണിക്കുന്നു. നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ സഹകരിക്കുക, ഈ ഒരു മെസ്സേജ് ഉൾക്കൊള്ളുക. ബി എ വോളണ്ടറി ഡോണർ, ഈച്ച് വൺ ഓഫ് യു.